നമസ്കാരം, എല്ലാവർക്കും സിംപ്ലി ഹോമിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ റമദാൻ കരീം. എന്താണ് ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം? കുക്കിംഗ് ആണോ? എൻ്റെ അഭിപ്രായത്തിൽ ഇതാണ്. ഐ ആം ഷുവർ നിങ്ങളിൽ പലരും എന്നോട് യോജിക്കുന്നുണ്ടാവും. റമദാൻ്റെ ഈ പുണ്യമാസത്തിൽ ഞാൻ നിങ്ങളുമായി ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എങ്ങനെ ഭക്ഷണം ഉണ്ടാക്കുന്ന ജോലി സിമ്പിളാക്കാം, എളുപ്പമാക്കാം എന്നുള്ളതാണ്. ഈ നോമ്പുകാലത്ത് ഇഫ്താർ ഒരുക്കുന്ന എല്ലാവർക്കും ഈ വീഡിയോ ഹെൽപ്ഫുൾ ആകുമെന്ന് വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ജസ്റ്റ് ഒരു ചെറിയ റിമൈൻഡർ, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു സിംപ്ലി ഹോം. അതോടൊപ്പം ആ ബെൽ നോട്ടിഫിക്കേഷൻ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക ഫോർ ഫ്യൂച്ചർ നോട്ടിഫിക്കേഷൻസ്. അപ്പോൾ നമുക്ക് നോക്കാം മീൽ പ്രിപ്പറേഷൻ കൂടി കിച്ചണിലെ തലവേദനകൾ എങ്ങനെ കുറയ്ക്കാമെന്ന്. ഷോപ്പിംഗ് കഴിഞ്ഞ് വന്ന് ഉടനെ തന്നെ മീൽ പ്രിപ്പറേഷൻ ചെയ്യുന്നതാണ് പച്ചക്കറികളുടെ ഫ്രഷ്നെസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഏറ്റവും നല്ലത്. അപ്പോൾ ഗ്രോസറി ഷോപ്പിങ്ങിന് മുന്നേ ചെയ്യേണ്ട കാര്യം ഓർമ്മയുണ്ടല്ലോ, മീൽ പ്ലാനിംഗ് ആണ്. നമ്മൾ അൺനെസസറി ഷോപ്പിംഗ് ചെയ്യാതിരിക്കാനായിട്ട് മീൽ പ്ലാനിംഗ് വളരെ ഹെൽപ്ഫുള്ളാണ്. ഞാൻ മീൽ പ്ലാനിങ്ങിനെ പറ്റി ഒരു സെപ്പറേറ്റ് വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ ഓടിപ്പോയി കാണുക. ഞാൻ എൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ മേലെ റൈറ്റ് ഹാൻഡ് സൈഡ് കോർണറിൽ സജസ്റ്റഡ് വീഡിയോസിനും ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ വർക്കിംഗ് ലേഡീസ് ആണെങ്കിൽ മീൽ പ്ലാനിങ്ങും മീൽ പ്രിപ്പറേഷനും ഈ രണ്ട് വീഡിയോസും ഡെഫിനറ്റായിട്ട് കണ്ടിരിക്കണം. ഐ എം ഷുവർ നിങ്ങൾക്ക് ഒത്തിരി ഐഡിയാസ് കിട്ടും ഈ രണ്ട് വീഡിയോയിൽ നിന്നും. ഇപ്പോൾ നമുക്കറിയാം ഒരു വീക്കിലത്തേക്ക് എന്തൊക്കെ മീൽസാണ് നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്നത്. നെക്സ്റ്റ് വേണ്ടത് ഈ മീൽസിനുള്ള ആവശ്യമായിട്ടുള്ള പച്ചക്കറികളൊക്കെ കട്ട് ചെയ്ത് സൂക്ഷിക്കാനുള്ള കണ്ടെയ്നേഴ്സാണ്. അപ്പോൾ ഇങ്ങനെ ഒത്തിരി ടൈപ്പ് കണ്ടെയ്നേഴ്സ്, ഒത്തിരി ഡിഫറെൻറ്റ് സൈസസുള്ള കണ്ടെയ്നേഴ്സ് ആവശ്യമുണ്ട്. കണ്ടെയ്നേഴ്സ് അല്ലാതെ സിപ്ലോക്ക് കവേഴ്സ് അല്ലെങ്കിൽ ഫ്രീസർ ബാഗ്സ് നമുക്ക് യൂസ് ചെയ്യാം. ഞാൻ അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമേ സിപ്ലോക്ക് കവേഴ്സ് യൂസ് ചെയ്യാറുള്ളൂ, കാരണം അത് വേഗം കേടാവും. ഈ ലോകത്തിൽ ഓൾറെഡി ഒത്തിരി പ്ലാസ്റ്റിക് വേസ്റ്റ് കുമിഞ്ഞു കൂടുന്നുണ്ട്. നമ്മളാൽ കുറച്ചെങ്കിലും അത് കുറയ്ക്കാൻ പറ്റുമെങ്കിൽ അതല്ലേ നല്ലത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ബീൻസ് എങ്ങനെയാണ് സൂക്ഷിക്കാമെന്ന് നോക്കാം. ബീൻസ് നമ്മുടെ വീട്ടിലൊരു ഒഴിച്ചുകൂടാനാവാത്ത വെജിറ്റബിളായി മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. ബീൻസിന് ഒത്തിരി രീതിക്ക് നമുക്ക് പ്രിപ്പയർ ചെയ്യാം. മെഴുക്ക് വരട്ടാം, തോരനാക്കാം, ഉപ്പുമാവിൽ യൂസ് ചെയ്യാം, നൂഡിൽസ്, ഫ്രൈഡ് റൈസ്, ഇതിലൊക്കെ നമുക്ക് ബീൻസ് യൂസ് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ ബീൻസിനെ ഇപ്പോൾ ഞാൻ ചെയ്തേക്കുന്നത് എന്താ വെച്ചാൽ, കഴുകി നന്നായിട്ട് വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഇതുമാതിരി ചെറുതായിട്ട് അരിഞ്ഞ്, നമുക്ക് ഏത് സൈസിന് വേണമെങ്കിലും അരിയാം, ചെറുതായിട്ട് അരിഞ്ഞിട്ട് സ്റ്റോർ ചെയ്യണം. സ്റ്റോർ ചെയ്യുന്നത് വളരെ സിമ്പിളാണ്. ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ അടയ്ക്കുക, ഫ്രിഡ്ജിലേക്ക് വെക്കുക. വേണമെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പർ ഇടാം, ഞാൻ ഇടാറില്ല. ഒരു 4 to 5 days വരെ ഫ്രഷ് ആയിട്ടിരിക്കും. പ്രോപ്പറായിട്ട് നമ്മൾ സ്റ്റോർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ് ടു 1 week ഇത് ഫ്രഷ് ആയിട്ടിരിക്കും. ഈ ഒരു വീക്കിനുള്ളിൽ നമുക്ക് എന്ത് ഡിഷസിൽ വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് ക്യാരറ്റ് എങ്ങനെ പ്രിപ്പയർ ചെയ്ത് വെക്കാൻ നോക്കാം. ക്യാരറ്റ് എന്ന് പറയുന്നത് വൈറ്റമിൻ എ റിച്ച് ആണ്. നമുക്കത് പച്ചയ്ക്കും കഴിക്കാം, വേവിച്ചും കഴിക്കാം. കുട്ടികൾക്കൊക്കെ വളരെ നല്ലതാണ്. വൈബ്രൻറ്റ് കളറാണ്. അപ്പോൾ ക്യാരറ്റ് സൂക്ഷിച്ച് വെക്കുന്നത് വളരെ സിമ്പിളാണ്. ചോപ്പ് ചെയ്യാം, നന്നായിട്ട് ചോപ്പ് ചെയ്തിട്ട് അഗൈൻ എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി അടച്ച് സൂക്ഷിക്കാം. അൺടിൽ 1 week ഇത് ഒരു കേടുപാടും കൂടാതെ ഇരിക്കും. ചോപ്പ് ചെയ്യാനായിട്ടൊരു ചെറിയ ടിപ്പ് ഞാൻ തരാം. ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു മാനുവൽ ചോപ്പറാണ്. അതിൻ്റെ ബ്ലേഡും അതിൻ്റെ അടപ്പും ഒക്കെ ഇവിടെ സൈഡിൽ കാണാം. ഈ ചോപ്പർ യൂസ് ചെയ്യുകയാണെങ്കിൽ വളരെ സിമ്പിളാണ്, വളരെ എളുപ്പമായിട്ട് നമുക്ക് ചോപ്പ് ചെയ്ത് വെക്കാം. ത്രൂ ഔട്ട് ദ വീക്ക് യൂസ് ചെയ്യാം. ഇനി ക്യാരറ്റും ബീൻസും കൂടി ഒരുമിച്ച് നമുക്ക് ഇതുപോലെ ഒരു നല്ല അടിപൊളി തോരനും ഉണ്ടാക്കാൻ പറ്റും. എൻ്റെ വീട്ടിലെ ഫേവറേറ്റ് ആട്ടോ ഈ തോരൻ. ഇനി ഇഡ്ഡലി ദോശ മാവാണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ 2 എയർ ടൈറ്റ് കണ്ടെയ്നേഴ്സിലായിട്ട് സൂക്ഷിക്കാം. 2 ആഴ്ച സുഖമായിട്ട് ഓടും. ജസ്റ്റ് ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, പ്രോപ്പർ എയർ ടൈറ്റ് കണ്ടെയ്നേഴ്സ് ആയിരിക്കണം, അല്ലെങ്കിൽ സെക്കൻഡ് കണ്ടെയ്നറിലെ മാവ് പുളിച്ചു പോകും. സെയിം പ്രൊസീജിയറാണ് അപ്പത്തിൻ്റെ മാവിൽ നമുക്ക് ചെയ്യാൻ പറ്റുക. ജസ്റ്റ് ഒരേ ഒരു ഡിഫറൻസേ ഉള്ളൂ. അപ്പത്തിൻ്റെ മാവ് നമുക്ക് 2 ദിവസം, മാക്സിമം 3 ദിവസം, അതിന് കൂടുതൽ സൂക്ഷിക്കാൻ പറ്റില്ല. കാരണം അറിയാമല്ലോ, അപ്പത്തിൻ്റെ മാവിൽ നമ്മൾ ഈസ്റ്റ് ഇട്ടിട്ടാണ് പ്രിപ്പയർ ചെയ്ത് വെക്കുക. അപ്പോൾ ഈസ്റ്റ് ഉള്ളത് കാരണം തന്നെ വേഗം അത് പുളിച്ചു പോകാൻ സാധ്യതയുണ്ട്. ഇതിലിപ്പോൾ ഞാൻ ചെയ്തേക്കുന്ന സ്റ്റീൽ കണ്ടെയ്നറിലുള്ള മാവ് എന്ന് പറയുന്നത് ഇത് പ്രിപ്പയർ ചെയ്ത് വെച്ച് അന്ന് രാത്രി യൂസ് ചെയ്യാനായിട്ടാണ്. ഈ പ്ലാസ്റ്റിക് കണ്ടെയ്നർ ഇതൊരു എയർ ടൈറ്റ് കണ്ടെയ്നറാണ്. അപ്പോൾ ഇതിലെ മാവ് ഞാൻ പുളിക്കുന്നതിന് മുന്നേ തന്നെ, ഇപ്പോൾ അരച്ച് വെച്ച ഉടനെ തന്നെ ഞാനെടുത്ത് ഫ്രിഡ്ജിൻ്റെ അകത്ത് എയർ ടൈറ്റ് ആയിട്ട് അടച്ചു വെച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണ്. അപ്പോൾ അടുത്ത ദിവസം രാത്രി ആകുമ്പോഴത്തേനും ഇത് കറക്റ്റ് പുളിച്ചിട്ടുണ്ടാവും. അടുത്തതായിട്ട് നമുക്ക് ഉള്ളി, സവാള ഒക്കെ എങ്ങനെയാണ് സൂക്ഷിക്കേണ്ടതെന്ന് നോക്കാം. ഇതിന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി തുടച്ച് തന്നെ എടുക്കുക. ഈർപ്പമൊന്നും പാടില്ല. പേപ്പർ ടവലുണ്ടോ, സാധാരണ ക്ലോത്ത് ടവലുണ്ടോ, തുടച്ചെടുക്കുക. എന്നിട്ടൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലോ ഒരു സിപ്ലോക്ക് കവറിലോ നന്നായിട്ട് സൂക്ഷിക്കുക. സിപ്ലോക്ക് കവറിൽ സൂക്ഷിക്കുമ്പോൾ ഒരു സൈഡിൽ നിന്ന് അതിനെ സിപ്പ് ചെയ്ത് മറ്റേ സൈഡിലേക്ക് കൊണ്ടുവന്ന് ഒരു ചെറിയൊരു ഗ്യാപ്പുള്ള സ്ഥലത്ത് കൂടി എല്ലാവരും നന്നായിട്ട് പ്രസ് ചെയ്ത് കളയുക. എന്നിട്ട് ഫുൾ കംപ്ലീറ്റ്ലി സീൽ ചെയ്ത് വെക്കുക. എന്നാൽ അതിൻ്റെ ഫ്രഷ്നെസ് നിലനിൽക്കും. ഒരാഴ്ച വരെ നമുക്കിത് ഒരു കേടുപാടും കൂടാതെ സൂക്ഷിക്കാൻ പറ്റും. കട്ട് ചെയ്ത് സൂക്ഷിക്കരുത്. കട്ട് ചെയ്ത് സൂക്ഷിക്കുകയാണെങ്കിൽ മാക്സിമം അപ് ടു 1 day മാത്രമേ ഇത് ഇരിക്കത്തുള്ളൂ. കട്ട് ചെയ്യാതെ വെക്കുകയാണെങ്കിൽ ഒരാഴ്ച നമുക്ക് യൂസ് ചെയ്യാം. അടുത്തത് നമുക്ക് വെളുത്തുള്ളി എങ്ങനെ സൂക്ഷിക്കാം നോക്കാം. സവാളയും ഉള്ളിയും സൂക്ഷിക്കുന്ന അതേ പ്രൊസീജിയറാണ്. കഴുകി നന്നായിട്ട് ഇതിൻ്റെ ഈർപ്പമൊക്കെ കളഞ്ഞിട്ട് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സൂക്ഷിക്കാം.
ഞാനൊരു ന്യൂട്ടെല്ലയുടെ കണ്ടെയ്നറാണ് യൂസ് ചെയ്യാറ് വെളുത്തുള്ളി സൂക്ഷിക്കാനായിട്ട്. അപ്പോൾ ഇച്ചിരി ബൾക്കായിട്ട് ഇച്ചിരി കൂടുതൽ വെളുത്തുള്ളി ഞാൻ സൂക്ഷിക്കാൻ പോകുന്ന സമയത്ത് അതിൻ്റെ അകത്തൊരു പേപ്പർ ടവൽ ഇടാറുണ്ട്. ഇപ്പോൾ അതിൻ്റെ അകത്ത് 2 വെളുത്തുള്ളി ഉണ്ട് കണ്ടെയ്നറിൽ. സോ ഞാൻ ആ വെളുത്തുള്ളി പുറത്തെടുത്തിട്ട് ഈ ഫ്രഷ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത് വെച്ചതിന് ഉള്ളിൽ ഇട്ട് യൂസ് ചെയ്യാൻ പോവാണ്. ഇങ്ങനെ ചെയ്യുന്നതിനോട് ഞാൻ പേപ്പർ ടവൽ ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ന്യൂട്ടെല്ലയുടെ കണ്ടെയ്നർ എയർ ടൈറ്റ് അല്ല. അപ്പോൾ ഇൻ കേസ് എന്തെങ്കിലും മോയ്സ്ചർ ഡെവലപ്പ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഈ പേപ്പർ ടവൽ അത് പിടിച്ചെടുത്തോളുമല്ലോ. ഇത് എയർ ടൈറ്റ് കണ്ടെയ്നേഴ്സ് അല്ലാത്ത കണ്ടെയ്നേഴ്സ് എയർ ടൈറ്റ് ആയാലും അല്ലാത്തതായാലും യൂസ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. എക്സ്റ്റേണൽ മോയ്സ്ചർ, പുറത്തുനിന്നുള്ള മോയ്സ്ചർ, അതായത് നമ്മുടെ നനവുള്ള കൈ കൊണ്ടോ ഒന്നും ഇതിൻ്റെ അകത്തുനിന്നുള്ള സാധനം എടുക്കാൻ പാടില്ല. ഇതിൻ്റെ അകത്തെ സാധനങ്ങൾക്ക് ഫ്രഷ്നെസ് നഷ്ടപ്പെടും. ഇനി ഉള്ളിലിരുപ്പം തട്ടാതെ എങ്ങനെ വെളുത്തുള്ളി പുറത്തെടുക്കാം എന്ന് വെച്ചാൽ ഈ കണ്ടെയ്നറിൻ്റെ തന്നെ അടപ്പിലേക്ക് ആവശ്യമുള്ള വെളുത്തുള്ളി തട്ടിയിടുക, എന്നിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ബിഗിനേഴ്സാണ് അല്ലെങ്കിൽ ന്യൂലി മാരീഡ് ഗേൾസ് ആണെങ്കിൽ നിങ്ങൾക്കുള്ള ടിപ്പാണിത്. അടുത്തതായിട്ട് ഇഞ്ചി സൂക്ഷിക്കുന്നതാണ്. സെയിം മെത്തേഡാണ്. കഴുകി നന്നായിട്ട് ഡ്രൈ ചെയ്ത് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി സൂക്ഷിക്കാം. ജിഞ്ചറും ഗാർലിക്കും വെള്ളം ചേർക്കാതെ അരച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആയിട്ട് നമുക്ക് സൂക്ഷിക്കാം. പക്ഷേ അത് പ്രിപ്പയർ ചെയ്യുന്ന സമയത്തും സ്റ്റോർ ചെയ്യുമ്പോഴും യൂസ് ചെയ്യുമ്പോഴും വളരെ കെയർഫുൾ ആയിരിക്കണം. വേഗം കേടായി പോകാൻ ചാൻസ് ഉണ്ട്. സോ ആ മെത്തേഡ് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. അത് നിങ്ങൾക്ക് സൂട്ട് ആവുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആ രീതിയിൽ നമുക്ക് സ്റ്റോർ ചെയ്യാം. What does perfect even mean? സപ്പോസ് നിങ്ങൾ ഈ ആഴ്ച ഗ്രീൻ പീസ് കറി വെക്കാനായിട്ട് എടുത്ത പീസിൻ്റെ അളവ് കൂടിപ്പോയി എന്ന് വെക്കാം. ഡോണ്ട് വറി അറ്റ് ഓൾ. ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കുക, ഡയറക്റ്റ് ഫ്രീസറിൻ്റെ അകത്തേക്ക് ഇടുക. ഗ്രീൻ പീസ്, കുക്ക്ഡ് ആയിട്ടുള്ള ഗ്രീൻ പീസ് നാളുകളോളം മാസങ്ങളോളം ഒരു കേടും കൂടാതിരിക്കും എന്നാണ് പറയപ്പെടുന്നത്. ഞാൻ എന്തായാലും ഇത് 2 ആഴ്ച മുന്നേ ഫ്രീസ് ചെയ്ത ഗ്രീൻ പീസാണ്. ഞാനത് ഗ്രീൻ പീസ് കറി ആക്കാനായിട്ട് ഈ ആഴ്ച എടുത്തു. ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. നല്ല ടേസ്റ്റി ഗ്രീൻ പീസ് കറി ആയിരുന്നു. ഈ ടെക്നിക്ക് നമുക്ക് മീൽ പ്രിപ്പറേഷനിൽ യൂസ് ചെയ്യാം. ഒരു മാസത്തേക്ക് ആവശ്യമായിട്ടുള്ള ഗ്രീൻ പീസോ കടലപ്പരിപ്പോ എന്താണെന്ന് വെച്ചാൽ ഒരുമിച്ച് കുക്ക് ചെയ്ത് ഫ്രീസ് ചെയ്ത് വെക്കാം. 1 or 2 കണ്ടെയ്നറിൽ ഫ്രീസ് ചെയ്യാം കേട്ടോ. അങ്ങനെ നമുക്ക് ആവശ്യാനുസരണം എടുത്ത് യൂസ് ചെയ്യാം. നമ്മുടെയൊക്കെ വീട്ടിൽ ഒരു പക്ഷേ പൊറോട്ട കഴിഞ്ഞ് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഡിന്നർ മെയിൻ ഡിഷായിരിക്കും ചപ്പാത്തി, അല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ കാണിച്ചു തരാം ചപ്പാത്തി നമുക്കെങ്ങനെ ഫ്രീസ് ചെയ്യാമെന്ന്. ചപ്പാത്തി നന്നായിട്ട് കുഴച്ച് പരത്തി വെക്കുക. എല്ലാം ഒരുമിച്ച് പരത്തി വെച്ചിട്ട് വേണം നമുക്കിതുപോലെ ചുട്ടു തുടങ്ങാം. ചുടുന്നത് വളരെ കെയർഫുൾ ആയിരിക്കണം. ഹാഫ് കുക്ക്ഡ് ആവാനേ പാടുള്ളൂ. ഒരു പാൻ വെച്ച് ഏറ്റവും സിമ്മായിട്ട്, അതായത് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു സൈഡ് ഒരു 30 seconds കുക്ക് ചെയ്യുക. എന്നിട്ട് മറിച്ചിട്ട് കൊടുത്ത് അടുത്ത സൈഡ് ഒരു 15 seconds കുക്ക് ചെയ്യുക. എന്നിട്ട് നോക്കുക, ചെക്ക് ചെയ്യുക ഹാഫ് കുക്കായോ. നമുക്കൊരു ഐഡിയ കാണുമല്ലോ ഹാഫ് കുക്കായോ ഇല്ലയോ എന്നുള്ളത്. അതിനനുസരിച്ച് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കാം. അങ്ങനെ എല്ലാ ചപ്പാത്തിയും നമുക്ക് ഹാഫ് കുക്ക്ഡായിട്ട് കുക്ക് ചെയ്തെടുക്കാം. What does perfect even mean? Is there even such a thing? Ooh, can we switch up all the rules and imagine a utopia? Darling, I'm just so fed up. ഞാനിപ്പോൾ ടോട്ടൽ 16 ചപ്പാത്തി കുക്ക് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്കിത് 2 ദിവസത്തേക്ക് ഇനഫാണ്. അപ്പോൾ ഈ ചപ്പാത്തി എന്നിട്ട് ഞാൻ തണുക്കാനായിട്ട് വെക്കാൻ പോവാണ്. ഒരു പ്ലേറ്റിൽ ഒരു പേപ്പർ ടവലോ അല്ലെങ്കിൽ ഒരു വൃത്തിയുള്ള ഒരു ക്ലോത്ത് ടവലോ ഇടുക. ടവൽ എന്താ ഇടുന്നതെന്ന് വെച്ചാൽ ഇതിൽ നിന്ന് ആവി പറക്കുന്നത് കാരണം ഒരു ഈർപ്പം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ടവൽ ഇട്ട് കഴിഞ്ഞാൽ ഈ ചപ്പാത്തി ഹാഫ് കുക്ക്ഡ് അല്ലേ, ഫുള്ളി കുക്ക്ഡ് അല്ലല്ലോ. അപ്പോൾ ചപ്പാത്തിയിലേക്ക് ഈർപ്പം വരാതെ ഈ ടവൽ അത് പിടിച്ചെടുത്തോളും. അപ്പോൾ ഇത് തണുത്ത് കഴിഞ്ഞു. ഞാൻ എയർ ടൈറ്റ് കണ്ടെയ്നറിലാത്താക്കുകയാണ്. കണ്ടെയ്നറിൻ്റെ അകത്ത് വെക്കുമ്പോഴും ഒരു പേപ്പർ ടവൽ ഇട്ടിട്ട് ചപ്പാത്തിയൊക്കെ വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ മേളിലൊരു പേപ്പർ ടവലോ പ്ലാസ്റ്റിക് ക്ലിംഗ് ഫിലിമോ വെച്ചിട്ട് ഫുള്ളി കവർ ചെയ്യുക. വായുവായിട്ട് ഒരു കോൺടാക്റ്റും ചപ്പാത്തിക്ക് വരാൻ പാടില്ല. അങ്ങനെ ഒരു കോൺടാക്റ്റ് വന്നാൽ നമ്മൾ ഫ്രീസറിൻ്റെ അകത്ത് വെക്കുന്നത് കൊണ്ടാണ്. ഫ്രീസറിൻ്റെ അകത്ത് വെക്കുന്ന കാരണം എയർ ക്രിസ്റ്റലൈസ് ആവാൻ സാധ്യതയുണ്ട്. ഐസിൻ്റെ കട്ടകളൊക്കെ വരാറില്ലേ ചിലപ്പോൾ നമ്മൾ ഫ്രീസറിൽ നിന്ന് എന്തെങ്കിലും പാത്രങ്ങൾ എടുക്കുമ്പോൾ കാണാറില്ലേ. അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. നമുക്ക് ചപ്പാത്തി മാത്രമല്ല, ഇപ്പോൾ കട്ട്ലെറ്റ്, സമോസ, അങ്ങനത്തെ പല ടൈപ്പ് സ്നാക്സും ഇതുപോലെ ബൾക്കായിട്ട് പ്രിപ്പയർ ചെയ്ത് നമുക്ക് ഫ്രീസറിൽ സൂക്ഷിക്കാം. എന്നിട്ട് ത്രൂ ഔട്ട് ദ വീക്ക് നമുക്കത് സ്നാക്സായിട്ട്, ഈവനിങ് സ്നാക്സായിട്ട് നമ്മുടെ കുട്ടികൾക്കും നമ്മുടെ ഫാമിലിക്കും കൊടുക്കാം. ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നില്ലേ, ഇത് ഡയറക്റ്റ്ലി ഞാൻ ഫ്രീസറിൻ്റെ അകത്ത് നിന്ന് ഇപ്പോൾ എടുത്ത കട്ട്ലെറ്റിൻ്റെ പീസാണ്. ഫുൾ ഐസായിട്ടിരിക്കുകയാണ്. പക്ഷേ ഇത് ഫ്രൈ ചെയ്തെടുത്തപ്പോൾ എനിക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു പ്രോബ്ലവും ഇല്ലായിരുന്നു. നല്ല ഭംഗിയായിട്ടിരിക്കുന്നുണ്ടായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു. ഫ്രഷ് കട്ട്ലെറ്റ് മാതിരി തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ത്രൂ ഔട്ട് ദ വീക്ക് നമുക്ക് അൺലിമിറ്റഡ് സപ്ലൈ ഓഫ് സ്നാക്സ് ആയിരിക്കും ഒരു രീതിയിൽ പറയുവാണെങ്കിൽ. നമ്മളെക്കാട്ടും നമ്മുടെ കുട്ടികൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടമാവുക. എൻ്റെ മോനൊക്കെ ഹോം മെയ്ഡ് സ്നാക്ക്, വീട്ടിലുണ്ടാക്കുന്ന സ്നാക്സ് എസ്പെഷ്യലി ഭയങ്കര ഇഷ്ടമാണ്. കുട്ടികളൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഈ മെത്തേഡ്സ് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ.
മീൽ പ്ലാനിങ്ങിലേക്ക് തിരിച്ചു വരാം. ഒരു മീൽ പ്ലാൻ ഉണ്ടെങ്കിൽ നമുക്കറിയാം എന്തൊക്കെ സാധനങ്ങളാണ് നേരത്തെ കുതിർത്ത് വെക്കേണ്ടതെന്ന്. ഫോർ എക്സാമ്പിൾ കടലക്കറിയാണ് വെക്കുന്നതെങ്കിൽ കടല നമുക്ക് കുതിർത്ത് വെക്കണമെന്നറിയാം. ചെറുപയർ കറിയാണ് വെക്കുന്നതെങ്കിൽ അത് ചെയ്യണമെന്ന് കുതിർത്ത് വെക്കണമെന്നറിയാം. ഇപ്പോൾ സാമ്പാറാണ് വെക്കുന്നതെങ്കിൽ ചനാദാൽ കുതിർത്ത് വെക്കണമെന്നറിയാം. ചനാദാൽ ഞാൻ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഞാൻ സാമ്പാർ വെക്കുന്നത് ചനാദാൽ കൊണ്ടാണ്. തുവരപ്പരിപ്പ് ഞാൻ യൂസ് ചെയ്യാറില്ല. നല്ല ടേസ്റ്റാണ്, സൂപ്പർ ടേസ്റ്റാണ്, വേറെ ലെവലിലാവും നമ്മുടെ സാമ്പാർ. ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ട്രൈ ഇറ്റ് ഔട്ട്. എനിക്ക് ഫീഡ്ബാക്കും പറയണം എങ്ങനെയായിരുന്നു എന്ന് കേട്ടോ. അടുത്തതായിട്ട് ഞാനൊരു പാസ്ത ടിപ്പ് തരാം. പാസ്ത നമ്മുടെ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒക്കെ ഇഷ്ടമുള്ളൊരു കാര്യമാണ് അല്ലേ. അപ്പോൾ പാസ്ത യൂഷ്വലി നമുക്കറിയാം ഒത്തിരി ടൈം എടുക്കും കുക്കായി വരാനായിട്ട്. അപ്പോൾ പാസ്ത വെക്കുന്ന ദിവസങ്ങളിൽ രാവിലെയോ അല്ലെങ്കിൽ തലേ ദിവസം രാത്രിയോ കുതിർത്ത് വയ്ക്കുക പാസ്തേനെ വെള്ളത്തിൽ. അത് അടുത്ത ദിവസം അല്ലെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴത്തേനും നല്ല കുതിർന്നിട്ടുണ്ടാവും. നമുക്ക് യൂഷ്വൽ കുക്കിംഗ് ടൈമിൻ്റെ പകുതി ടൈമേ എടുക്കുള്ളൂ. ഈ എല്ലാ പയറുവർഗ്ഗങ്ങളും പരിപ്പും ഒക്കെ കുതിർക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ്സ് അതാണ്. നമുക്ക് ഹാഫ് ടൈമിൽ കുക്കായി കിട്ടും. ഗ്യാസിൻ്റെ ചിലവ് കുറവാണ്. അതുപോലെ തന്നെ പയർവർഗ്ഗങ്ങളൊക്കെ കുതിർത്ത് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്നൊരു പ്രത്യേകതരം എൻസൈം പ്രൊഡ്യൂസ് ആവും. സ്പ്രൗട്ട് ചെയ്യും, മുളയ്ക്കും എന്ന് പറയാറില്ലേ. ചെറുപയർ പരിപ്പ് മുളച്ചത്, കടല മുളച്ചത് എന്ന് പറയാറില്ലേ. ഈ മുളച്ച സാധനങ്ങളൊക്കെ കഴിക്കുന്നതാണ് നമ്മുടെ ഹെൽത്തിന് ഏറ്റവും നല്ലത്. ഡൈജഷന് പ്രത്യേകിച്ച് അത് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ ഇതിനൊക്കെ മെയിനായിട്ട് കുതിർത്ത് വെക്കുന്നത്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായില്ലേ? ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ക്ലിക്ക് ദാറ്റ് ലൈക്ക് ബട്ടൺ. നിങ്ങൾ ആരൊക്കെയാണ് മീൽ പ്ലാനിങ്ങും മീൽ പ്രിപ്പറേഷൻ ചെയ്യാറ്? എന്തൊക്കെയാണ് നിങ്ങളുടെ ടിപ്സ്? ഓടിപ്പോയി കമൻറ്റ് സെക്ഷനിൽ അറിയിച്ചോളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സും ഫാമിലി മെമ്പേഴ്സുമായിട്ട് ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഫോളോ മീ ഓൺ മൈ ഫേസ്ബുക്ക് ആൻഡ് മൈ ഇൻസ്റ്റാഗ്രാം. എൻ്റെ ഫേസ്ബുക്ക് പേജ് നെയിം ആൻഡ് എൻ്റെ ഇൻസ്റ്റാഗ്രാം ടാഗ് നെയിമാണിത്. രണ്ടിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ അവിടെയും ഹാക്സ്, ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ പോസ്റ്റ് ചെയ്യാറുണ്ട്. സോ ഡു ചെക്ക് ഇറ്റ് ഔട്ട്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ.